നിങ്ങളൊരു ഓല ക്യാബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കാണുക. കാരണം ഇത്രയും വലിയൊരു സ്കാം ഓലയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഞാൻ പേഴ്സണലി ഈ ഒരു സ്കാം അനുഭവിച്ചു. ഇനി ഒരാൾ പോലും ഈ ഒരു സ്കാം അനുഭവിക്കാനായിട്ട് പാടില്ല. ഡെഫിനറ്റ്ലി ഓല യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു വിട്ടുവീഴ്ച വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലെ ആൾക്കാർ, അതായത് ഇത്തരത്തിലെ ഓല ഡ്രൈവേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യുന്നത്. സോ സംഭവിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മോട്ടോ എഡ്ജ് 50 പ്രോയിൻ്റെ ലോഞ്ച് ഡൽഹിയിൽ വെച്ചിട്ട് ലോഞ്ച് ഇവൻ്റ് ഉണ്ടായി. എനിക്ക് രാത്രി 9:10 ബാംഗ്ലൂർ ടെർമിനൽ 2 നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഒബ്വിയസ്ലി ബാംഗ്ലൂരാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് മിനിമം ട്രാഫിക് ഒക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ എന്തായാലും എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം 5:30 സമയത്താണ് ഓല ക്യാബ് ബുക്ക് ചെയ്യുന്നത്. സോ ഓലയിൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അതേപോലെ തന്നെ എയർപോർട്ട് ടെർമിനൽ 2ൻ്റെ കെമ്പഗൌഡ ടെർമിനൽ 2ൻ്റെ അഡ്രസ്സും കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ എയർപോർട്ട് ട്രാവലാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് എന്തോ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, എയർ BRB അങ്ങനെ എന്തോ ഒരു കോഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് 133 രൂപ എന്തോ എനിക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായി. ഈ ബാംഗ്ലൂരാണ്, ട്രാഫിക് കൂടുതലാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് 29 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓലയുടെ തന്നെ ഫ്ലൈറ്റ് ഇൻഷുറൻസ് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആകുവാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് റീഫണ്ട് കിട്ടുക, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ 29 റുപ്പീസ് കൊടുത്ത് അതും ആഡ് ചെയ്തു. റൈഡിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓല ഇൻഷുറൻസ്, റൈഡ് ഇൻഷുറൻസ് 2 രൂപ എന്തോ ഉള്ളൂ ആ ഒരു ഇൻഷുറൻസ്. സോ 29 രൂപയുടെ ഫ്ലൈറ്റ് ഇൻഷുറൻസ്, 2 രൂപയുടെ ആ ഒരു ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്തു. സോ ടോട്ടൽ ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് 946 റുപ്പീസാണ് എനിക്ക് ഓല ആപ്പിൽ കാണിച്ചത്. ഈ 946 റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ ഈ പോകുന്ന ഓല ഇട്ടേക്കുന്ന റൂട്ട് മാപ്പ് ഉണ്ടല്ലോ, അതിനകത്തൊരു ടോൾ റോഡ് ഉണ്ട്, നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയുള്ള ടോൾ. ആ ഒരു ടോൾ എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണെന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ടോളിന് പൈസ കൊടുക്കേണ്ട എന്നെല്ലാം നോട്ടിഫിക്കേഷന് കാണിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. പക്ഷേ സാംസങ് ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ, ഓരോ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസിൻ്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. സോ അതിൽ കൂടെ എനിക്ക് കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്കധികം ലഗേജും ഇല്ല എന്നുള്ളതുകൊണ്ട് ഓല മിനിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. മിനി ബുക്ക് ചെയ്തു ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ക്യാബ് കൺഫേംഡ് ആയി. അപ്പോൾ ഒരു ദർശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് റേറ്റിംഗ് അത്യാവശ്യമുണ്ട്, 4.1 എന്തോ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആളാണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ആൻഡ് ദെൻ എനിക്ക് കോൾ വന്നു. ऑन द वे ओके 5 मिनट्स में हाँ वो आपका पिकअप पॉइंट किधर है सर? पिकअप पॉइंट तो फायर स्टेशन इधर ना, फायर स्टेशन. हाँ ऑपोजिट फायर स्टेशन. ओके. സോ ഞാനങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തു. ഓലയുടെ ആപ്പിനകത്ത് നമ്മുടെ സിൽവർ ഇൻഡിക്ക കാറാണ് കാണിച്ചത്, നമ്പറും കാണിച്ചിട്ടുണ്ടായി. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് നോക്കിയപ്പോൾ ആ ഒരു വണ്ടി തന്നെ വന്നു, സിൽവർ കളറിൽ ഈ ഒരു ഇത്. അങ്ങനെ ആ ഒരു സിൽവർ ഇൻഡിക്ക, കറക്റ്റ് നമ്പറിൽ ഇൻഡിക്ക വന്നു. വണ്ടിക്കകത്ത് കയറിയപ്പോൾ തന്നെ ഡ്രൈവർ ചോദിച്ചു എയർപോർട്ടിലേക്കല്ലേ ഡ്രോപ്പ്, അതെ എത്ര എമൗണ്ടാണ് എസ്റ്റിമേറ്റഡ് ഓലയുടെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓലയുടെ അകത്ത് 946 ആണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓക്കെ കുഴപ്പമില്ല, റൈഡ് OTP ഒക്കെ ചോദിച്ചു, അത് കൊടുത്തു, റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ആ വണ്ടിയാണെങ്കിൽ ഒരു തല്ലിപ്പൊളി വണ്ടി, ഒരു തുക്കട വണ്ടി. അതിനകത്ത് ഒന്നുമില്ല, AC പോയിട്ട് സാധാരണ ഒരു ഫാനില്ല, അതുപോലും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ചേട്ടനോട് AC ഓണാക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിൻഡോ ഒക്കെ പൊളിഞ്ഞിരിക്കുക. കാരണം വിൻഡോ താഴ്ത്തിയിട്ട് ഇതാണ് നമ്മുടെ വണ്ടിയിലുള്ള AC കൊണ്ടോളൂ എന്ന് പറഞ്ഞ് വിൻഡോ ഒക്കെ താഴ്ത്തി തന്നു. അപ്പം തന്നെ എനിക്ക് ആ ഒരു ഓല ക്യാബിനോട് ഒരു വെറുപ്പുണ്ടായി. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര മോശമാണ്. പക്ഷേ ഞാൻ പോകുന്നൊരു കോർപ്പറേറ്റ് ട്രാവലിനാണ് എന്നുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്കൊരു ബില്ല് വേണം. അല്ലെങ്കിൽ ഞാൻ ലോക്കലായിട്ട് ഞാൻ പോകുന്ന ക്യാബ് ഡ്രൈവറിനെ വിളിച്ച് പോകാറാണ് പതിവ്. പക്ഷേ ബില്ല് വേണം എന്നുള്ളതുകൊണ്ട് ഓലയുടെ അകത്ത് പ്രൂഫ് ഉണ്ടല്ലോ നമ്മൾ പോകുന്നതിൻ്റെ, അതുകൊണ്ട് ഓല ക്യാബ് ഞാൻ ബുക്ക് ചെയ്തതാണ്. ആൻഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ഏകദേശം എത്ര കിലോമീറ്റർ എന്നറിയോ? 8.3 കിലോമീറ്റർ. 8.3 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം പെട്ടെന്ന് ഞാൻ ആ സമയത്ത് ഫോണിലൊരു മീറ്റിങ്ങിലായിരുന്നു, ഒരു ടീംസ് മീറ്റിങ്ങിലായിരുന്നു. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ റൈഡ് എൻഡ് ചെയ്തു, 344 റുപ്പീസ് പേ ചെയ്യണമെന്ന്. ആ സമയത്ത് ഞാൻ മീറ്റിങ്ങിലാണ്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ റൈഡ് എൻഡായോ, അതെങ്ങനെ എൻഡാന്നിട്ട് ഓല ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ 344 റുപ്പീസ് ഡ്രൈവറിന് പേ ചെയ്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഉടനെ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് റൈഡ് എൻഡായെന്ന് കാണിക്കുന്നുണ്ട്, എന്താണ്? नहीं सुना नहीं क्या? एक्सीमेंट बिल है ना? हाँ एक्सीमेंट बिल पे करना बस. सो 340 में ओला में पे करना है? नहीं हाँ टोटली 1000 तो पे करना. टोटल 1000 पे करना. हाँ. ओके ठीक है. हाँ उसमें कुछ नहीं. ठीक है. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോണ് ഓഫാക്കി വെച്ചേക്കാം.
ഓക്കെ, ഫോൺ ഓഫാക്കിയിട്ട് കൈ പിടിച്ചോണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ റൈഡ് എൻ്റെ അപ്പോൾ എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആവുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ റൈഡൊക്കെ എൻ്റെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ക്യാഷ് പേയ്മെൻ്റ് അല്ലേ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് 1000 rupees അയച്ചാൽ മതി, ഞാൻ ഒരു UPI തരാം. मैंने लाइक वो एंड होगा ना, उस टाइम पे आप फ़ोन रीस्टार्ट करके एक बार और ओला ऐप ओपन करें तो वो कंटिन्यू ही नहीं होगा. नहीं, जैसे देखो हाँ, बिल भी एंड हो गया. अच्छा, फ़ोन स्विच ऑफ हो गया तो बिल एंड होगा. हाँ, एंड हो गया. इसके लिए हम बोल रहा हूँ एक्सीडेंट अमाउंट पे करना. ठीक है, आपको एक क्लाइम बिल देगा. ठीक है. उसमें 1000 है ना, 1000 पे कर दिए तो बस ओके, आपको ड्राप करेंगे. ठीक है. ये टर्मिनल 1 और 2 टर्मिनल 2. हाँ. അപ്പം ഞാൻ പറഞ്ഞു അല്ല 344 ഓലയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബില്ല് വേണമല്ലോ, പ്രോപ്പറായിട്ടുള്ള ബില്ല് വേണം എന്നുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും ഫോൺ ഓണാക്കിയിട്ട് ഓല ആപ്പ് എടുക്കുമ്പോൾ അങ്ങനെ വരേണ്ടതല്ലേ, റൈഡ് കണ്ടിന്യൂ ആവേണ്ടല്ലോ. ഇല്ല സാറേ, അങ്ങനെ ഫോണൊന്നും ഓൺ ആവത്തില്ല, അത് റൈഡൊന്നും കണ്ടിന്യൂ. നിങ്ങളൊന്നും പേടിക്കണം, നിങ്ങൾ എന്തിനാ ഓലയെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾ പൈസ എനിക്ക് തന്നാൽ മതി. ബില്ല് ഇത് എൻ്റെ അടുത്ത് ഞാൻ എസ്റ്റിമേറ്റ് ബില്ല് വേറെ തരാം, എൻ്റെ സൈഡിലുണ്ട്, അത് തന്നാൽ മതി. സാർ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഗൂഗിൾ മാപ്പിൽ ഞാൻ പ്രോപ്പറായിട്ട് ആ ടോൾ റോഡ് വഴി ഇട്ടപ്പോൾ കാണിച്ച അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 7:15 എന്തോ ആണ്. കാരണം 9 മണിയുടെ ഫ്ലൈറ്റാണ്, 8 മണിക്കെങ്കിലും എയർപോർട്ടിൽ ഇരിക്കണം. സോ 7:15, 7:30, ഒരു അരമണിക്കൂറിൻ്റെ ബഫർ ടൈം വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇയാൾ വേറെ ഏതൊക്കെയോ റൂട്ട് എടുത്തു. സോ ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇയാൾ തട്ടിപ്പാണ് ചെയ്യുന്നത്. കാരണം ഓല ത്രൂ നമ്മൾ എടുക്കുവാണെങ്കിൽ ഓലയുടെ കമ്മീഷൻ പോയിട്ട് ബാക്കി പൈസ ഇയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കമ്മീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഫോൺ ഓഫാക്കി റൈഡ് എൻഡ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുവാണ് എനിക്ക് മനസ്സിലായി. സോ ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിനോട് പാനിക്കായി എന്തെങ്കിലും പറയുവാണെങ്കിൽ നടുവഴിയിൽ എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. കാരണം അത്രത്തോളം ട്രാഫിക്കിൽ പെട്ട് കിടക്കുക. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഒന്നും അറിയാത്ത പോലെ ഇയാളോട് സംസാരിച്ചു. മീൻവൈൽ ഞാൻ ഓലയുടെ ആപ്പിനകത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇത്രയും മോശപ്പെട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഒരു ഏജൻറ്റുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം എങ്കിലും ഓല ചെയ്യണം. അതൊന്നുമല്ല, ആപ്പിനകത്ത് പോയി ഇങ്ങനെ ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ റൈഡ് പകുതി വഴിയിൽ വെച്ച് നിന്ന് പോയി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൊടുത്തു. ആ ഒരു ചാറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വൗച്ചറായിട്ട് തരാം എന്ന് പറഞ്ഞ് വൗച്ചർ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം, സോറി അങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങളുടെ ആപ്പിൽ കാണുന്നില്ല, ഡ്രൈവറിനെതിരെ എന്തെങ്കിലും ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തോളാം, താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് ഓല. അത്രയേ ഉള്ളൂ. ഞാൻ എന്നിട്ട് വീണ്ടും ഓലേനെ എങ്ങനെയെങ്കിലും ഒന്ന് കോൾ ചെയ്ത് ഈ ഒരു കാര്യം പറയണം, ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. അത്ര ഹെൽപ്പ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ അരിച്ച് പറക്കിയിട്ട് പോലും ഇതാണ് സംഭവം, ഇന്ന ഇൻസിഡൻ്റാണ് ഉണ്ടായത്, ഈ എൻ്റെ അടുത്ത് വീഡിയോ പ്രൂഫ്സ് ഉണ്ട്, ഓഡിയോ പ്രൂഫ്സ് ഉണ്ട്, ഇതൊക്കെ കൊടുക്കണം, അങ്ങനത്തെ ഒരു സെറ്റപ്പേ ഇല്ല. അപ്പോൾ ഞാൻ കരുതി ഓലേനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഓല റൈഡ്, അതായത് ഇയാൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇൻഷുറൻസ് 29 രൂപ, 29 പക്ഷേ ഡിലേ ആയിക്കഴിഞ്ഞാൽ കാശ് കിട്ടും, അതിനുവേണ്ടി ഇൻഷുറൻസ് എടുക്കണം. ആ ഒരു ഫ്ലൈറ്റ് ഇൻഷുറൻസ് വേസ്റ്റായി, റൈഡ് ഇൻഷുറൻസ് വേസ്റ്റായി. ഓല പിന്നെ ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. നമ്മുടെ റൈഡിന് എന്ത് സംഭവിച്ചാലും ഓലയുടെ ഗ്യാരണ്ടി ഇല്ല, കാരണം ട്രിപ്പ് എൻഡായി. എന്നാൽ പോട്ടെ, ഓല ആപ്പിനകത്ത് ഞാൻ എടുത്ത് നോക്കി, അതായത് ഞാൻ ഇനിഷ്യലി ബുക്ക് ചെയ്ത് ടിൽ എയർപോർട്ടാണല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഓല ആപ്പിലില്ല. എവിടെ നിന്നാണോ പിക്ക് ചെയ്തത്, എവിടെയാണോ ഡ്രോപ്പ് ചെയ്തത്, അതിനെ മാത്രം റൈഡാക്കി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഇയാൾ എന്താണ് ബുക്ക് ചെയ്തത്, ഇയാൾ എവിടേക്കാണ് ബുക്ക് ചെയ്തത്, ആദ്യം എത്ര എസ്റ്റിമേറ്റഡ് ആണ് കാണിച്ചത്, ഇത് എങ്ങനെയാണ് ക്ലോസ് ആയത്, എപ്പോഴാണ് ക്ലോസ് ആയത്, ഇതൊന്നും ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും ഓല ആപ്പിനകത്തില്ല. ഈ ഒരു ലൂപ്പ് ഹോളിനെ ചൂഷണം ചെയ്താണ് ഇയാൾ ഈ പരിപാടി കാണിച്ചത്. എന്നാൽ പോട്ടെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം 10 കിലോമീറ്റർ ഉള്ളൂ. ഫ്രണ്ടിൽ നമ്മുടെ ടോൾ റോഡുണ്ട്. ടോൾ റോഡ് എനിക്ക് കാണുന്നുണ്ട്, സിഗ്നലും കിടക്കുക. നോക്കിയപ്പോൾ വണ്ടികളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ടോൾ റോഡിൽ പോകുന്നുണ്ട്. ഇയാൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു, ഇയാൾ യൂട്ടേൺ എടുത്തിട്ട് ഏതോ ഒരു ഊട് വഴി കൂടെ പോവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ടോൾ റോഡിൽ കൂടെ അല്ലേ പോകണ്ടേ, ടോൾ റോഡിൽ കൂടെ പോയല്ലേ പറ്റും. ടോൾ റോഡൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഭയങ്കര ദൂരെയാണ്, 8 കിലോമീറ്റർ പോയി യൂട്ടേൺ ഒക്കെ എടുത്തിട്ട് എനിക്ക് പോകണം, ഇതാണ് ഏറ്റവും എളുപ്പ വഴി. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിനകത്ത് 7:30 എത്തും എന്ന് കാണിച്ച ടോൾ റോഡിൽ കയറിയപ്പോൾ 7:45. പക്ഷേ ഇയാൾ പറയുന്നത് ഇതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴിയെന്ന്. इधर से जाएगा तो यू टर्न करके फिर से राउंड करना, इधर जाएगा सीधे एक ही रोड है इसका, न्यू रोड बना दिया है। इधर से 4 किलोमीटर यू टर्न राउंड करना है, इधर से जाएगा तो स्ट्राइट और टूर में जाएगा।
എന്നിട്ട് ഇയാൾ ഈ ഇടവഴി കൂടെ പോയി ഏതൊക്കെയോ വണ്ടിയുടെ പിന്നാലെ മുന്നിലേക്ക് അങ്ങനെ തട്ടി മുട്ടിയൊക്കെ, കാരണം വണ്ടി ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ തീർന്നു, അവിടെ നമ്മുടെ വണ്ടി നിർത്തി നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. അങ്ങനെ പോയി അവസാനം എവിടെ എത്തി? അവസാനം നമ്മുടെ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇയാളോട് ബില്ല് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇയാളുടെ ഫ്രണ്ടിൽ ആ ഒരു ബിൽ ബുക്ക് ഉണ്ട്. ബിൽ ബുക്കിൽ നിന്ന് കയറിയിട്ട് ഒരു സാധനം എടുത്തിട്ട് തന്നു. ബില്ലെന്നാ? इसमें आपका वो डिटेल्स फिल करना करना आप कर देते नहीं, हैं। आप साइन करके देना है ना Sign आपको, कर- कंपनी के देना। वो क्या पूछो तो ये गाड़ी प्रॉब्लम हुआ, दूसरा गाड़ी लेके फिट ले आकर के बोल तो चल गए। नहीं, हमको कंपनी में शो करना है ना, हाँ हाँ ये कंपनी का ट्रिप है तो हमको भी प्रॉब्लम है। आप उस पर बस इतना लिखना है कि घर से एयरपोर्ट ड्रॉप है और साइन कीजिए आपका नाम, सही आपका बस है ना? नाम, गाड़ी का नंबर, किधर से किधर ड्रॉप, वो सब लिखना। हाँ ये काम करना है। हाँ गाड़ी नंबर बोलते थे ठीक। वन 749 गाड़ी नंबर के पूरा नंबर चाहिए ना? हाँ 1749। 1749 का नाम कौन सा? नाम कांतराज। कामराज हाँ कांतराज। कांतराज। अब तो लेट हो रहा है। हाँ आपको लेकर बैठो। हाँ सील कुछ नहीं है आपका, वो कंपनी का नाम वगैरह? नहीं नो प्रॉब्लम, नंबर डालना, फोन नंबर हाँ 72 सही। आप वो कॉल कर देता हम कंफर्म करेगा, ठीक है? ठीक है। അതിനകത്ത് ഇത് ഏതാ ട്രാവൽ ഏജൻസി, ട്രാവൽസ് ആരുടെയാ, ഈ വണ്ടി ഏതാ, ഈ ഡ്രൈവർ ഏതാ, നമ്പർ ഏതാ, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെനിക്ക് കമ്പനി കൊടുക്കാൻ പറ്റില്ല, ഇതിൽ നിങ്ങളുടെ പേര്, വണ്ടിയുടെ പേര്, വണ്ടിയുടെ നമ്പർ, അതേപോലെ ഏതാണ് ഏജൻസി, ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണ്ടേ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒപ്പെങ്കിലും വേണ്ടേ. അപ്പോൾ അയാൾ ഞാൻ ഒപ്പ് ഞാൻ ഇട്ട് തരാം, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തു. ലാസ്റ്റ് അയാൾ ഒപ്പിട്ടു. എന്നിട്ട് പേരെന്താണെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ പേര് കാന്തരാജ്. എൻ്റെ ഓല ആപ്പിൽ വന്ന ആളുടെ പേര് ദർശൻ. ഇയാളാണെങ്കിൽ ഒരു തൊപ്പിയും വെച്ച് ക്ലീൻ ഷേവ് ചെയ്തിട്ടൊക്കെ ഇരിക്കുവാണ്. സോ എനിക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ഓല ആപ്പിലുള്ള ഫോട്ടോയിലുള്ള ആളാണോ എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. കാരണം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അയാളാണെന്ന് വിചാരിച്ചു. ഞാൻ ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചുമില്ല. നോക്കിയപ്പോൾ ഇയാളുടെ പേര് കാന്തരാജ്. അപ്പോൾ ഇയാൾ ഞാൻ പറഞ്ഞു ഓക്കെ വണ്ടി നമ്പർ ഒന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ വണ്ടി നമ്പർ അയാൾക്ക് അറിയില്ല, അയാൾ ഫോണിൽ തപ്പുക. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതൂ, എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ. അയാൾ ഇതിൽ എന്നോട് എഴുതിക്കോളാം. എന്നിട്ട് ഞാനത് എഴുതി. അപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ക്ലെയിം ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചോദിക്കും ഇതെന്താണ്, ഇത് ആരാണ്, ഇങ്ങനെ ഒരു റൈഡ്, ഇത് ഏത് ഏജൻസി. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു ഫോൺ നമ്പർ തരാം, നിങ്ങൾ ആ ഒരു ഫോൺ നമ്പർ നോട്ട് ചെയ്താൽ മതി. ആ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞോളും നിങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിട്ടുണ്ട്, ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ കൺഫേംഡ് ആണ്, അയാളെല്ലാം സംസാരിച്ചോളും. എന്നിട്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ സമയത്ത് UPI ആണല്ലോ പറഞ്ഞത്. UPI പേയ്മെൻറ്റ് സ്കാനർ തരാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഫോണിൻ്റെ അകത്ത് വാട്സപ്പിനകത്ത് ഏതൊരു കോൺടാക്റ്റിനകത്ത് പോയിട്ട് ഒരു QR കോഡ് കാണിക്കുക. ആ QR കോഡിൻ്റെ പേര് ദർശൻ. ആൻഡ് ആ ഒരു QR കോഡിലേക്ക് 1000 രൂപ അയക്കാനായിട്ട് പറഞ്ഞു. സോ ബേസിക്കലി ഇയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ദർശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഓല അക്കൗണ്ടിലേക്ക് ഇയാൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ ലോഗിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഓലയുടെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഇയാൾ ട്രിപ്പ് ക്യാൻസലല്ല ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറഞ്ഞ് ഈ ഒരു ട്രിപ്പിൻ്റെ എമൗണ്ട് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ് എസ്റ്റിമേറ്റഡ് എമൗണ്ട് 946 ആണ്, 1000 ആണ്, 1000 റുപ്പീസ് തന്നാൽ കൊണ്ടുവിടാമെന്നാക്കി എന്നെ കൊണ്ട് 1000 റുപ്പീസ് എവിടെ ഈ ഒരു ദർശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് കൊടുപ്പിക്കുന്നത്. ഇനി ഈ ഒരു ദർശൻ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും, ഓലയുടെ ആപ്പിൽ നോക്കുമ്പോൾ 344 റുപ്പീസല്ലേ ബില്ല് ചെയ്തിട്ടുള്ളൂ. ഈ 344 റുപ്പീസ് ഓലയ്ക്ക് കൊടുത്തിട്ട് ബാക്കി കാശ് ഇയാളെടുക്കും. സോ ഓലയിലൂടെ ഒരാൾ ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാബിൽ പോകുന്ന ആൾക്ക് ഇൻഷുറൻസിൻ്റെ ഉറപ്പില്ല,
സേഫ്റ്റിയുടെ ഉറപ്പില്ല. ട്രിപ്പ് ഇങ്ങനെ അബ്രപ്റ്റ്ലി എൻഡായി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനായിട്ടൊരു വഴിയില്ല, അതിന് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് വഴിയില്ല. ആൻഡ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രൈവറായിട്ട് ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷനും ഇല്ല. ആൻഡ് ഡ്രൈവർ കൂളായിട്ട് വേറൊരാളുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നു. ഇത്രത്തോളം മോശമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഓല. ഇത്രത്തോളം എന്താണ് അതായത് സിമ്പിൾ പരിപാടി ചെയ്യുക ഓലയ്ക്ക്. ഡ്രൈവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡ്രൈവറിന് ഒരു സെൽഫി എടുക്കാൻ പറഞ്ഞാൽ പോരെ. ഈ സെൽഫിയും ഫോട്ടോ ആയിട്ട് മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രം റൈഡ് സ്റ്റാർട്ട് ആവുള്ളൂ എന്നാക്കിക്കൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റൈഡ് ചെയ്യുന്ന നമ്മുടെ ആപ്പിനകത്ത് ഓലയുണ്ട്, അയാളുടെ ആപ്പിനകത്ത് ഓലയുണ്ട്. അയാളുടെ ആപ്പിൽ റൈഡ് എൻഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ പെർമിഷൻ, എൻഡ് റൈഡ് എന്നുള്ളത് എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് വേണ്ട എൻഡ് ചെയ്യാൻ. അല്ലാണ്ട് അബ്രപ്റ്റ്ലി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവാം. ഞാൻ പറഞ്ഞു എൻഡ് ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞു എന്ന് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു ഇത് വേണ്ട, ഇൻറ്റിമേഷൻ വേണ്ട, ഞാനാണ് പറഞ്ഞതെന്ന്. അതില്ല. ഇങ്ങനത്തെ പല പല ഉടായ്പകൾ ചൂഷണം ചെയ്തിട്ട് കുറേ ഓല ഡ്രൈവേഴ്സ് ഓലയുടെ പേരും കളയുന്നുണ്ട്, നമ്മളെയും ശല്യപ്പെടുത്തുന്നുണ്ട്. ഇത്രയും മോശപ്പെട്ടൊരു ഓല റൈഡ് അനുഭവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് നിങ്ങളും ഓല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഇത്തരത്തിൽ അനുഭവം, അത് ലേഡീസൊക്കെയാണ് നൈറ്റൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഓല യൂസ് ചെയ്യരുത് അൺടിൽ ആൻഡ് അൺലെസ് ഈ പ്രോബ്ലം സോൾവ്ഡ് ഉള്ള കാര്യം പറയാമല്ലോ. ആൻഡ് ഇതിനകത്ത് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ കുറേ ഡേറ്റ ഞാൻ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങൾ ഓലയ്ക്ക് ഞാൻ ഡയറക്റ്റായിട്ടൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് ഫുൾ പ്രൂഫ്സ് അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്, വണ്ടി നമ്പറും എല്ലാം. പക്ഷേ ഈ വീഡിയോക്കകത്ത് ഞാൻ അതൊക്കെ ബ്ലർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു പർട്ടിക്കുലർ ആളെ ടാർഗറ്റ് ചെയ്തല്ല എൻ്റെ വീഡിയോ, ബട്ട് ഓലേനെ അതായത് ഓലെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ മേ ബി ചൂഷണം ചെയ്യുന്നുണ്ടാവും. ഓല ഇതറിയണം, ഇൻസിഡൻറ്റ് ഇതറിയണം, നിങ്ങളിതറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ ഇൻഫർമേഷൻസ് ബ്ലർ ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ട് ഓലയുടെ കയ്യിൽ ഫുൾ ഇൻഫർമേഷൻ ഉണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ ഈ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓല, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഡു ഫിക്സ് ദിസ് ലൂപ്പ് ഹോൾ ആൻഡ് ഡു ചെക്ക് ഔട്ട് ദ കമൻറ്റ്സ് ഫോർ അതേഴ്സ് പ്രോബ്ലംസ് ഓൾസോ. അത്ര ഉള്ള ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ. नाइस रोड है ना, नाइस रोड लेके तो स्ट्रेट अब नागासांद्रा उधर देके उधर से जाएगा तो 1 घंटे में जाएगा. वो क्या होता मालूम है, हाँ वो 15 किलोमीटर जाना होता है. हाँ तो कोई बात नहीं है ना, सही में ना टाइम लेस लगता है ना. हाँ आप बोल दिया तो ऐसा आ जाएगा. नहीं वो ऐप में ना वही डायरेक्शन शो कर रहा था. वही नहीं दिख रहा हमारा, कोई सिटी में दिख रहा था. हाँ क्योंकि आपने यू टर्न लिया था ना उधर से, हाँ. इसलिए वो रीरूट हो गया. पहले बोल दिया तो हाँ उधर आएगा तो अपन और सेव आ जाएगा. हाँ